കലോത്സവത്തിന് പരിശീലകനായും സംഘാടകനായും നിറഞ്ഞു നിന്ന പെരുവനം കുട്ടന്മാരാർ ഇപ്പോൾ ആതിഥേയനാണ്. കലോത്സവം തൃശ്ശൂരിലെത്തുമ്പോൾ കലോത്സവ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മേള വിദ്വാൻ പെരുവനം കുട്ടന്മാരാർ. തൃശ്ശൂരിൽ കുട്ടിപ്പൂരമാണ്, കലകളുടെ കുട്ടിപ്പൂരം. കുട്ടിക്കലാകാരന്മാരുടെ വലിയ ആഘോഷം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെത്തി നിൽക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ കുട്ടേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. കുട്ടേട്ടാ, പുറത്ത് മേളം ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ കലോത്സവത്തെ എങ്ങനെയാണ് തൃശ്ശൂർകാർ വരവേൽക്കുന്നത്? തൃശ്ശൂർക്കാർക്ക് എന്നും പൂരാണ് ഹരം. അപ്പോൾ പൂരം പോലെ കലാപൂരം സർവം കല, അത് തൃശ്ശൂർ പൂരം പോലെ ഈ കലോത്സവം അതിഗംഭീരമാക്കാൻ തൃശ്ശൂർക്കാരെ ടീം തൃശ്ശൂർ ഒന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എല്ലാ സജ്ജീകരണങ്ങളായി വളരെ സന്തോഷത്തിലാണ്. ഞാൻ പറയായിരുന്നേ, കഴിഞ്ഞ ലൈവിൽ പറയായിരുന്നു, ഈ കലോത്സവം നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം തൃശ്ശൂരാണെന്നാണ്. ഇത്രയും ഈ വലിയ റൗണ്ട്, ഇത്രയും വലിയ സ്ഥല സൗകര്യം, അതുപോലെ തന്നെ ഇത്രയും സാംസ്കാരികമായിട്ടുള്ള ആളുകൾ, അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഒരിടമാണ് തൃശ്ശൂർ. ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ നടക്കാത്ത ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതിമനോഹരമായിട്ടുള്ള ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ, ശിങ്കാരി മേളത്തിൻ്റെയും മേളത്തിൻ്റെയും തിറയുടെയും എല്ലാം തന്നെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. പൂരത്തിൻ്റെ വിവിധമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. അവിടെ വീണ്ടും കലോത്സവം എത്തുമ്പോഴെന്താണ് പറയാനുള്ളത്? കലോത്സവം പലതവണ ഇവിടെ നടത്തുന്നുണ്ട്. 25, 50 ഒക്കെ ഈ 64 എത്തിയിരിക്കുകയാണ്. ഓരോ കൊല്ലം തൃശ്ശൂർ വരുമ്പോഴും എന്തെങ്കിലും പുതുമകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സെൻറ്ററാണ് കേരളത്തിൻ്റെ. അതുതന്നെയാണ് തൃശ്ശൂരിൻ്റെ മെച്ചം. മാത്രമല്ല, എല്ലാ സൗകര്യങ്ങളും തേക്കിൻകാടും അതുപോലെ സറൗണ്ടിങ് സ്കൂൾസ്, അക്കാഡമി, ടൗൺ ഹാള്, റീജിയണൽ തിയേറ്റർ, നമുക്ക് നിരവധി അടുത്തടുത്തുള്ള നല്ല നല്ല ഹോളുകൾ, പബ്ലിക് ഹോളുകൾ ഇതിന് ഉപയോഗിക്കാൻ പാകത്തിന് പര്യാപ്തമാണ്. തേക്കിൻകാട് തന്നെ മതി, ധാരാളമാണ്. എത്ര 60 ഏക്കർ നീണ്ടു നിൽക്കുന്ന സ്ഥലത്ത് 10 സ്റ്റേജ് വേണമെങ്കിൽ കെട്ടാനുള്ള സൗകര്യമുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരം പോലെ ആവും 5 ദിവസം തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം കലാകാരന്മാരെ ഈ കലോത്സവം തന്നെ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നറിയാം. നമുക്ക് മഞ്ജു വാര്യരുണ്ട്, അതുപോലെ തന്നെ നവ്യ, അങ്ങനെ വിവിധ ഭാവന, അതുപോലെ തന്നെ നിരവധി കലാകാരന്മാർ. ജയചന്ദ്രൻ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഗായകൻ ജയചന്ദ്രൻ അടക്കം ഈ കലോത്സവ വേദിയിൽ ലളിതഗാന മത്സരത്തിലൂടെയൊക്കെ വന്ന് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു സാംസ്കാരിക കലാ പാരമ്പര്യം തൃശ്ശൂരിനുണ്ട്. തൃശ്ശൂരിന് മാത്രമല്ല, കലാരംഗത്തേക്ക് കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യണതിൽ കലോത്സവം വളരെ നിർണായകമായ ഘടകമാണ്. യേശുദാസും ജയേട്ടനും തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വാദ്യകലയിൽ 75 മുതലാണ് ചെണ്ടമേളം പഞ്ചവാദ്യമൊക്കെ മത്സരത്തിൽ വന്നത്. 75 പങ്കെടുത്ത സതീശന്മാരാർ ഇന്ന് എലിഞ്ഞിത്ര മേളത്തിൽ തന്നെ നിർണായകമായ സ്ഥാനത്തെത്തി. സുഭാഷ് നാരായണമാരാർ പഞ്ചവാദ്യം ഈ യുവജനോത്സവത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ കലാമണ്ഡലം ഹരിദാസ് മദ്ദളം പഠിച്ച് ഈ ഫീൽഡിൽ വന്ന് കലാനിലയത്തിൻ്റെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്തു ഈ ഫീൽഡ്. അപ്പോൾ വാദ്യലോകത്ത്, സിനിമാ ലോകത്ത് പോലെ അല്ലെങ്കിൽ സംഗീത ലോകത്ത് പോലെ വാദ്യലോകത്തും പെരുങ്ങോടിൻ്റെ സംഭാവനകൾ പഞ്ചവാദ്യത്തിൽ നിരവധി കലാകാരന്മാർ. അപ്പോൾ കലാകാരന്മാർ സംഭാവന ചെയ്യാൻ, അവരുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ് അവരെ അംഗീകരിച്ച് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ വലിയ കലാകാരന്മാരാക്കുന്നതിൽ കലോത്സവത്തിന് കാര്യമായ പങ്കുണ്ട്. ഈ കലോത്സവം കേരള കലകളുടെ ബേസാണ്. കുട്ടേട്ടൻ എങ്ങനെയാണ് കലോത്സവത്തിൻ്റെ ഈ പണ്ട് കാലത്ത്, സ്കൂൾ കാലത്ത് കലോത്സവത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കലോത്സവത്തിൽ ഞാൻ സ്കൂൾ ലെവലിൽ നാടകമൊക്കെ അഭിനയിച്ചാണ്. പണ്ട് നടനുണ്ടല്ലോ ഉള്ളിൽ. ഞാൻ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അന്ന്. പക്ഷെ അന്ന് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല. അന്ന് ചെണ്ടയൊന്നും ഇല്ല. 75 മുതൽക്ക് ചെണ്ട, തായമ്പക, പഞ്ചവാദ്യം. അന്ന് ഞാൻ സ്കൂളിൽ ജോലിക്കാരനായി. അന്ന് മുതൽ ചെണ്ടമേളം ആദ്യത്തെ ഫസ്റ്റ് CNN ചേർപ്പ, പഞ്ചവാദ്യം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് CNN ചേർപ്പ. അതിൻ്റെ പിന്നിലൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ, അവരെ കൊണ്ടു നടക്കാൻ, ഈ മോഡൽ സ്കൂളിലൊക്കെ ഫുഡ് കമ്മിറ്റിയിൽ ടിക്കറ്റ് വിൽക്കാനും കൗണ്ടറിലിരിക്കാനും, ഇവിടുത്തെ ഓരോ ഭാഗങ്ങളിലും യുവജനോത്സവത്തിൻ്റെ പ്രോഗ്രാമിലായാലും ഫുഡിലായാലും ഒക്കെ, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെ കോച്ചിങ് നടത്തിക്കൊണ്ട് കലോത്സവത്തിൽ, പിന്നെ ജഡ്ജ്മെൻറ്റിന് ധാരാളം പോവാറുണ്ട്. ഇപ്പോൾ എന്തായാലും കലോത്സവത്തിൻ്റെ ഒരു ഭാഗമായി തുടരുന്നു. അത് അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്.
തീർച്ചയായിട്ടും എന്തായാലും വളരെ നന്ദി. കലോത്സവത്തിൻ്റെ ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത്. അങ്ങനെ തൃശ്ശൂർ പേരൂരിൽ ഇങ്ങനെ കലയുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. സാംസ്കാരിക തലസ്ഥാനം കൂടുതൽ പ്രൗഢഗംഭീരമായിരിക്കുന്നു, വർണ്ണാഭമായിരിക്കുന്നു, കുട്ടിപ്പൂരത്തിന് സർവ്വസജ്ജമായിരിക്കുന്നു. കുട്ടികളിങ്ങനെ അവരുടെ എല്ലാ കലാപ്രകടനങ്ങൾ കൊണ്ട് അതിഗംഭീരമാക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു തൃശ്ശൂർ.